അങ്കിളും യുഎസിലേക്ക് ബിസിനസ് ട്രിപ്പ് പോകുന്നു. അങ്ങനെയിരിക്കെ ആന്റി ആയിരുന്നു എല്ലാ സാധനങ്ങളും അങ്കിളിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കുങ്സുനെ കൂടി കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? അവിടെയും ഡയറക്ടർ എന്ന പോസ്റ്റിലേക്കൊക്കെ ആൾക്കാരെ ആവശ്യമായിട്ടില്ല എന്നെല്ലാം തന്നെ ആന്റി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഉങ്സുനെ കൂട്ടിക്കൊണ്ട് പോകാറൊന്നും ആയിട്ടില്ല എന്ന രീതിക്കായിരുന്നു അങ്കിളും മറുപടി കൊടുത്തത്. എന്തായാലും നിങ്ങൾ അവന്റെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഊജുവിനെ തോൽപ്പിച്ചിട്ട് കമ്പനിക്ക് അവൻ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ആന്റി പറയുമ്പോഴത്തേക്കും അങ്കിളും എല്ലാ കാര്യത്തിലും ഉങ്സുവിന്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നു. കൂടാതെ ഇപ്പോൾ അങ്കിളിനെ എയർപോർട്ടിലേക്ക് വിടേണ്ടത് കൊണ്ട് തന്നെ ഉങ്സുവിന്റെ അടുത്ത് അച്ഛനെ കൊണ്ട് വിടുവാനായിട്ട് അമ്മയും പറയുകയാണ്. സാധാരണഗതിക്ക് അച്ഛൻ യുഎസിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അമ്മ കോൾ ചെയ്താൽ ഒന്നും തന്നെ അച്ഛനെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആകെ ടെൻഷനുണ്ട്. അച്ഛനും നേരത്തെ വരുവാനായിട്ട് നോക്കാമോ എന്ന് ഹോങ്സും അച്ഛന്റെ അടുത്തായിട്ട് പറയുന്നുണ്ടെങ്കിലും താൻ ജോലിയുടെ തിരക്കിലൊക്കെ ആകുന്നത് കൊണ്ടാണ് ഇതുപോലെ വിളിച്ചാൽ ഒന്നും തന്നെ കിട്ടാത്തതെന്നാണ് അച്ഛനും മറുപടി കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് അച്ഛനെ വിളിക്കുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛന്റെ സെക്കൻഡ് വൈഫ് അച്ഛന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അതേസമയം തന്റെ ഒപ്പം ഉങ്സു ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കോളൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിലും യുഎസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവളെ കാണുവാനായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കുമെന്ന് അച്ഛനും മറുപടി കൊടുക്കുന്നു. അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഉടനെ തന്നെ വരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛൻ തിരിച്ചു വരുന്ന വഴിക്ക് യുഎസിൽ നിന്നും അമ്മയ്ക്ക് വേണ്ടി പുതിയ ചെരുപ്പൊക്കെ മേടിച്ചുകൊണ്ട് വരണമെന്നും അമ്മയ്ക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നും ഉത്സവം പറയുന്നുണ്ട്. അമ്മയുടെ ചെരുപ്പിന്റെ സൈസൊക്കെ അച്ഛൻ അറിയാമോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ അറിയില്ല എന്ന കാര്യം മനസ്സിലാക്കിയതിനു ശേഷം അവനും അതെല്ലാം തന്നെ അച്ഛനും പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അച്ഛനും അവൻ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഫോൺ നോക്കി ഇരിക്കുന്നതെല്ലാം തന്നെ അവനും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് അവനും അച്ഛനെ എയർപോർട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഇപ്പോളാകട്ടെ മറിയുടെ എക്സിന്റെ അമ്മയും അനീത്തിയും കൂടി ഷോപ്പിങ്ങിനായിട്ട് കടയിൽ എത്തിയതായിരുന്നു. ഇപ്പോൾ നിലവില് എക്സും ജോലിയൊക്കെ റിസൈൻ ചെയ്തത് കൊണ്ടെല്ലാം തന്നെ അവരുടെ കയ്യിലും പണമൊന്നുമില്ല. സോ അവരും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതായത് എക്സ് സംസാരിച്ച് ചെനിയുടെ മനസ്സൊക്കെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ ഒന്നും തന്നെ വരികയില്ലായിരുന്നു. എന്തായാലും അവനോട് ചെന്നിയോട് ഒന്നും കൂടി ഒന്ന് സംസാരിച്ച് നോക്കുവാനായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇരിക്കുമ്പോഴത്തേക്കും അതിന് ചേട്ടൻ ഇപ്പോൾ ജെനീനെ ഒന്നും ഒട്ടും തന്നെ ഇഷ്ടമില്ല. ചേട്ടന് മെറീനെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ചേട്ടൻ കരഞ്ഞതൊക്കെ അമ്മയും കണ്ടതല്ലേ എന്ന് അനീതിയും ചോദിക്കുന്നു. ഇവരിപ്പോൾ നിൽക്കുന്ന അതേ കടയിലേക്കായിരുന്നു ബൂജുവും മെറിയും കൂടി കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. മെറിയുടെ അമ്മയുടെ കടയിലുള്ള സാധനങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റാമെന്നായിരുന്നു അവനും വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാനായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. സോ അവരും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു സമയത്തായിരുന്നു എക്സിന്റെ അനിയത്തിയും അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. എക്സിന്റെ അനിയത്തി ഇപ്പോൾ വൂച്ചവും മറിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എക്സിന് അയച്ചു കൊടുത്തതിന് ശേഷം ഇവൻ അല്ലായിരുന്നോ അന്ന് ഹോസ്പിറ്റലിൽ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നതെന്നൊക്കെ അവന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. അങ്ങനെ വൂച്ചവും മറിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്ന എക്സിനും ഒരുപാട് ദേഷ്യമൊക്കെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയൊക്കെ കണ്ടെത്തിയതിനു ശേഷം അവനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എക്സും എത്തുന്നു. അതിനായിട്ട് ഇപ്പോൾ മെറിയുടെ ഫ്രണ്ടിനെയൊക്കെ അവൻ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെറിയുടെ ഫ്രണ്ടിന്റെ സത്യം എല്ലാം തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവന്റെ കോളും എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കാണ് നേരത്തെ അവളെ വിളിച്ച സമയത്ത് അവളും ആ ഒരു ബേക്കറിക്കൊക്കെ പ്രശ്നം പറ്റിയതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവരും ഓർക്കുന്നത്. സോ എന്തായാലും ആ ഒരു ബേക്കറിയിൽ തന്നെ ആയിരിക്കും പൂജ വർക്ക് ചെയ്യുന്നതെന്ന് അവനും ഉറപ്പിക്കുന്നു. അവനും കമ്പനിയുടെ നമ്പറൊക്കെ എടുത്ത് വിളിച്ചിട്ട് അവിടെ ടീം ലീഡ് ആയിട്ടുണ്ടായിരുന്ന പൂജ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. മുത്തശ്ശിയുടെ ബേക്കറിക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് 80 വർഷത്തോളം ആകാറായിട്ടുണ്ട്. അങ്ങനെയിരിക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുകയായിരുന്നു മുത്തശ്ശിയും. തന്റെ ഹസ്ബൻഡിന്റെ അമ്മ തുടങ്ങിയ ചെറിയൊരു ഷോപ്പിൽ നിന്നുമാണ് തന്റെ കമ്പനിയും ഇത്രത്തോളം വലുതായതെന്നെല്ലാം തന്നെ മുത്തശ്ശിയും അറിയിക്കുന്നു. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത ആൾക്കാർ പോയതിനു ശേഷമായിരുന്നു മുത്തശ്ശിയുടെ മക്കളും അവിടേക്ക് എത്തുന്നത്. പിന്നീട് മുത്തശ്ശിയുടെ കൂടെ ഓരോരോ ഗാർഡനിങ് പരിപാടിക്കൊക്കെ ആന്റിയും കൂടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നമ്മുടെ കമ്പനി 80ാം വാർഷികത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അമ്മ അടുത്ത അനന്തരാവകാശിയായിട്ട് ആരെ പ്രഖ്യാപിക്കുമെന്നതാണ്. എല്ലാവരും തന്നെ ഉങ്സുനെ ആയിരിക്കുമോ എന്ന സംശയത്തിലേക്കാണ് ഉള്ളത്. അമ്മയും ഉങ്സുനെ തന്നെ അല്ലേ അടുത്തതായിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്നൊക്കെ അവളും ചോദിക്കുന്നു. കുട്ടിക്കാലം മുതലേ അമ്മ എല്ലാ കാര്യങ്ങളും ചേട്ടനു വേണ്ടിയായിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരു രീതിക്കുള്ള കാര്യങ്ങളും അമ്മ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് മകനുണ്ടായ സമയത്തും അമ്മയാകട്ടെ എന്റെ മകന് കിട്ടേണ്ട സ്ഥാനം എല്ലാം തന്നെ ബൂജുവിന് കൊടുക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ അമ്മയും ഈ ഒരു സമയത്തെങ്കിലും ബൂജുവിനെ മാറ്റി നിർത്തിയിട്ട് എന്റെ മകന് ആ ഒരു സ്ഥാനം കൊടുക്കണമെന്ന്
ആന്റി മുത്തശ്ശിയോടായിട്ട് പറയുമ്പോഴത്തേക്കും മുത്തശ്ശി അതുപോലെ വേർതിരിവ് കാണിച്ചതിനെ കുറിച്ച് ഒന്നും തന്നെ ഓർക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ എല്ലാ സമയത്തും ചേട്ടനെ പ്രശംസിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ ഒരു കാര്യത്തിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചേട്ടനെക്കാളും പഠിക്കുവാനായിട്ട് കുറച്ച് പുറകോട്ടായിരുന്നു, അത്ര മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ ഇത്ര വലിയ തെറ്റാണോ എന്ന് ആന്റി ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവായിട്ടുള്ളത് നിന്നെ പഠിക്കുവാനായിട്ട് വിട്ടിട്ടാണ്. അത്രത്തോളം ട്യൂഷൻ ഫീസ് ഒക്കെ എനിക്ക് മുടക്കേണ്ട വന്നിട്ടുണ്ട്. നിനക്ക് ഒട്ടും തന്നെ ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് നിന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് എന്റെ മൂത്ത മകനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നതെന്നാണ് അമ്മ പറയുന്നത്. അമ്മ അങ്ങനെയൊന്നും പറയുവാനായിട്ട് പാടില്ല. ഞാൻ പഠിക്കുവാനായിട്ട് പുറകോട്ടായതുപോലെ തന്നെ ഉങ്സുവും പഠിക്കുവാനായിട്ട് പുറകോട്ടാണ്. എന്ന് വെച്ച് അമ്മേനെ പോലെ ഒന്നും അല്ല ഞാൻ പെരുമാറുന്നത്. അവന്റെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജെനറ്റിക്സിന്റെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഞാനും ഉങ്സുവിനെ നിർബന്ധിച്ച് ഒന്നും തന്നെ ചെയ്യിക്കാറില്ല എന്നൊക്കെയാണ് ആന്റിയും പറയുന്നത്. മുത്തശ്ശിക്കും ആന്റി ഇങ്ങനെ സംസാരിക്കുന്ന ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം എന്റെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും പോകുവാനായിട്ട് നോക്കുന്നു. പക്ഷെ ആന്റി ആകട്ടെ അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതെല്ലാം തന്നെ കേൾക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷെ എന്റെ ഹസ്ബൻഡിനെയോ എന്റെ മകനെ കുറിച്ചോ ഒന്നും തന്നെ പറയുവാനായിട്ട് പാടില്ല. അമ്മ അങ്ങനെയൊക്കെ പറയുവാനായിട്ട് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭാവിയിൽ അമ്മയ്ക്ക് അതൊക്കെ ഓർത്തിട്ട് ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയും ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നു. അങ്കിളും ഇപ്പോൾ ഉള്ളത് അങ്കിളുടെ സെക്കൻഡ് വൈഫിന്റെ വീട്ടിലാണ്. അങ്ങനെയിരിക്കെ ആന്റിയുടെ കോൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അങ്കിൾ അതൊന്നും തന്നെ എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ ജെ കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ജെ കൺസ്ട്രക്ഷൻസ് ആയിരുന്നില്ല, ജെ കൺസൾട്ടിംഗ് ആയിരുന്നു. സോ ജെ കൺസൾട്ടിങ്സ് ഒക്കെ നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്കിളുടെ ഈ ഒരു സെക്കൻഡ് വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഈ ഒരു സെക്കൻഡ് വൈഫ് ആകട്ടെ ഇപ്പോൾ മുത്തശ്ശിയും ആ ഒരു ജെ കൺസൾട്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇല്ലാതാക്കിയിരിക്കുകയാണ്. കൂടാതെ അതുവഴി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പണം എല്ലാം തന്നെ ഇപ്പോൾ അങ്കിളുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ശരിക്കും മുത്തശ്ശി നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊന്നും തന്നെ ശരിക്കുമുള്ള ഒരു കമ്പനി പോലും ആയിരുന്നില്ല എന്ന് മുത്തശ്ശി അറിയുമ്പോഴത്തേക്കും മുത്തശ്ശി ചങ്ക് പൊട്ടി ചാവൂലോ. അതൊക്കെ പോട്ടെ, നിന്റെ വൈഫിന്റെ റിയാക്ഷനാണ് ഞാൻ കൂടുതലായിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിന്റെ വൈഫിന് അച്ഛൻ കൊടുത്ത സ്വത്തുക്കളെല്ലാം തന്നെ നിന്നെ വിശ്വസിച്ചുകൊണ്ടായിരുന്നല്ലോ അവളും ഈ ഒരു ഹോട്ടലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ പോലും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും, അത്രയും പണമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോഴത്തേക്കും അവളും ആത്മഹത്യ ചെയ്യുമല്ലോ. അവരുടെ വീട്ടിൽ എല്ലാവരും തന്നെ ഇതുപോലെ ആത്മഹത്യ ചെയ്യുക മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഏക മാർഗം. അതെല്ലാം തന്നെ എനിക്ക് കണ്ട് ആസ്വദിക്കണമെന്നാണ് സെക്കൻഡ് വൈഫും അറിയിക്കുന്നത്. നിന്നെ വിശ്വസിച്ചാണ് അവർ പണമെല്ലാം തന്നെ ഏൽപ്പിച്ചതെങ്കിൽ പോലും നീ അവരെ ചതിച്ചു എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കുമുള്ള അവരുടെ റിയാക്ഷനൊക്കെ കാണുവാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണെന്ന് സെക്കൻഡ് വൈഫ് പറയുമ്പോഴത്തേക്കും അങ്കിളും അതൊക്കെ കേട്ട് ചിരിക്കുന്നു. സോ ഇപ്പോൾ സെക്കൻഡ് വൈഫും അങ്കിളിന് ഇതുപോലെ സിമ്പതി ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്കിളുടെ ക്യാരക്ടറൊക്കെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ടീമിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും വോജുവും മറീനെ മാറ്റി നിർത്തിയിട്ട് അവളെ കിസ് ചെയ്യുന്നു. അവളെ കാണുവാനായിട്ട് ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് തനിക്ക് കോൺസെൻട്രേഷൻ ഒന്നും തന്നെ കിട്ടാതെ പോയതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനും കിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് മീറ്റിംഗ് ഒക്കെ കൂടുന്ന സമയത്തെല്ലാം തന്നെ വോജു മെറിക്ക് അവളെ കാണുവാനായിട്ട് ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. മെറിയും തൊട്ടടുത്തിരുന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊന്നും തന്നെ മെസ്സേജസ് കാണാതിരിക്കുവാനായിട്ട് അതിന് റിപ്ലൈ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ ടീം ലീഡാണ് തനിക്ക് മെസ്സേജ് അയക്കുന്നതെന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ആൾക്കാർ ഇതെല്ലാം തന്നെ മനസ്സിലാക്കുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു അവളും അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൂജോ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ പേരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് മറ്റു പേരുകളൊക്കെ ആക്കാമെന്നാണ് പറയുന്നത്. അതായത് പണ്ട് അവളുടെ അടുത്ത് പോയപ്പോഴത്തേക്കും അവളും കമ്പനിക്ക് വേണ്ടി ഒരു പ്രസന്റേഷൻ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലാകട്ടെ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഇതിൽ കൊടുക്കാമെന്നാണ് അവൻ പറയുന്നത്. അതിലെ പെൺകുട്ടിയുടെ പേര് ഇപ്പോൾ മെറിക്കും അതുപോലെ തന്നെ അതിലെ ആൺകുട്ടിയുടെ പേര് ഇപ്പോൾ വൂജനും കൊടുത്തിട്ടൊക്കെ പേര് സേവ് ചെയ്യാമെന്നും അവരും തീരുമാനിക്കുന്നു.